അപ്പം ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് വാർത്തയാകുന്നത്. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ സ്കൂൾ മാഗസിൻ ഉണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ ഈ പിള്ളേരുടെ മാഗസിൻ ഇറക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു? എഴുതിയിട്ടുണ്ടോ? എന്താ എഴുതിയത്? എന്ത് സ്റ്റോറിയാണ്? എന്ത് സ്റ്റോറിയായിരുന്നു? എഴുതട്ടെ ഒന്ന് പറഞ്ഞു. പേരെന്താണ്? സ്നിഗ്ധ മാഗസിനിൽ എഴുതിയ ഒരു സ്റ്റോറിയെ കുറിച്ച് പറയാണ്. കേൾക്കാം. ആ ഓക്കെ, എന്നാലും ആയിക്കോട്ടെ. ഓക്കെ. I went to UK in my summer vacation. Yeah. I spent there for many days. I spent there many days. Okay. I went to many malls. Shopping malls. Okay. And I went to my cousin's house and I lived for 4 days. Okay. Then I went to beach. Then I went to my sister's school. Okay. Yeah. Then I went back to my house and I did my holiday homework. And I went to my friend's house. Okay. And I enjoyed my summer vacation. Okay. ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു? ഫ്രണ്ടിന്റെ പേരെന്താണ്? നെത്താലിയ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. ഷീസ് ബാക്ക് ഫ്രം ലണ്ടൻ. തിരിച്ചു വന്നു. അപ്പോൾ നെത്താലിയ എഴുതിയ സ്റ്റോറി, നെത്താലിയ ലണ്ടൻ വരെ പോയി അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാണ് ചെയ്തത് ഇല്ലേ? നെത്താലിയ വെന്റ് ടു എ മോൾ, ഷീ വെന്റ് ടു മെനി ഫ്രണ്ട്സ്, ഷീ വെന്റ് ടു ദ ഗാർഡൻ ഇല്ലേ? അപ്പോൾ നെത്താലിയ ഈസ് എ റിപ്പോർട്ടർ. അത് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ നെത്താലിയ അവിടെ പോയി ഇതൊക്കെ എന്നിട്ട് അത് നിങ്ങളുടെ മാഗസിൻ്റെ ഒരു എഡിറ്റർ ഉണ്ടല്ലേ, ആ എഡിറ്റർക്ക് എഴുതി കൊടുത്തു അല്ലേ? അത് ആ എഡിറ്റർ വായിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തു, പ്രിന്റ് ചെയ്തു ബുക്കായിട്ട്. അതിനകത്ത് പേരൊക്കെ വെച്ചിട്ടാണ് എഴുതിയത് അല്ലേ? ഇതാണ് ശരിക്കും പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു ഉദാഹരണം കേട്ടോ. നെത്താലിയ ഒരു റിപ്പോർട്ടർ, നിങ്ങളുടെ മാഗസിൻ്റെ എഡിറ്റർ, നിങ്ങളൊക്കെ ആ മാഗസിൻ വായിച്ചവരൊക്കെ അതിൻ്റെ വായനക്കാർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പത്രം പ്രവർത്തിക്കുന്നത്. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഒരു നെത്താലിയയ്ക്ക് പകരം അതിനകത്ത് ഒത്തിരി ആളുകൾ കാണും. ഒരു എഡിറ്റർ കാണും, അതിന് താഴെ ഈ എഴുതിക്കൊണ്ട് ഇതുപോലുള്ള എവിടെയെല്ലാം സംഭവങ്ങൾ നടക്കുമ്പോഴത്തൊക്കെ ആളുകൾ പോകും. അവിടെ പോയി ഇതുപോലെ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പട്ടി ആരെങ്കിലും രുദ്രൻ പട്ടിയെ കടിച്ചെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഒരു റിപ്പോർട്ടറെ പറഞ്ഞു വിടും, ഒരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞു വിടും. അവിടെ പോയി അവരോട് ചോദിക്കും എന്താണ് സംഭവിച്ചത്, പട്ടിയെ കടിക്കാനുള്ള കാരണം എന്താണ്, പട്ടിയെ കടിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഇത് വന്ന് റിപ്പോർട്ടറുടെ എഡിറ്റർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കും, രുദ്രൻ പട്ടിയെ കടിച്ചതിൻ്റെ പാടുമൊക്കെ കൂടെ വെച്ചിട്ട്. അപ്പോൾ അത് പത്രത്തിൽ അടിച്ചു വന്നപ്പോൾ ഇരുന്നത്, അത് പത്രത്തിൽ അടിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമായി മാറും. മനസ്സിലായോ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വർക്ക് ചെയ്യുന്നത്? അപ്പം നമ്മുടെ കേരളത്തിലെ ഇപ്പം എത്ര പത്രങ്ങളുണ്ടെന്നും ഇപ്പം പറഞ്ഞ ഒത്തിരി ഇഷ്ടംപോലെ പത്രങ്ങളുണ്ട്. ഓരോരോ ഭാഷയിലുണ്ട്. ഇംഗ്ലീഷിലെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്നാണ് എത്ര പത്രങ്ങളുണ്ട്? ഗൾഫ് ന്യൂസ് ഉണ്ട്, ഖലീജ് ടൈംസ് ഉണ്ട്, 7 days, നാഷണൽ, ഇനിയുണ്ടോ ഗൾഫ് ടുഡേ. ഇത്രയും പത്രങ്ങളാണ്. ഇപ്പം പത്രങ്ങളെല്ലാം ഈ ന്യൂസ് പേപ്പർ, ഈ പ്രിന്റ് പേപ്പറിൽ വരുന്ന പത്രങ്ങൾക്ക് കൂടാതെ എത്ര പേർക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഇവിടെ? എത്ര പേർക്കുണ്ട്? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? Only 5. എത്രയുണ്ട്? How many friends you have? 300. എത്ര? How many friends? 4 ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ അത് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒരു പത്രം പോലെ തന്നെയാണ്. നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുകയാണ്. മനസ്സിലായോ? അപ്പം ഈ
പിന്നെ നിങ്ങൾക്ക് പത്രത്തെക്കുറിച്ച് വേറെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡെയിലി ന്യൂസ് കേൾക്കുന്ന ആർക്കുണ്ട്? ടി വിയിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും